നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് Realme 5i എന്ന് പറഞ്ഞ മൊബൈൽ റിവ്യൂ ആണ്. 4GB ആണ് റാം വരുന്നത്, 64GB ആണ് മെമ്മറി വരുന്നത്, 8999 രൂപയാണ് എൻ്റെ വില. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിയൽമിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇറങ്ങുന്ന ഫോണാണ് Realme 5i. Realme 5 Pro, Realme 5, Realme 5s എന്നിവയ്ക്ക് ശേഷം 5 സീരീസിൽ ഇറങ്ങുന്ന ഏറ്റവും അവസാനം ഇറങ്ങിയ മോഡലാണ് 5i. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ 665 പ്രോസർ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് സാധാരണ റിയൽമി ഫോണിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്ന കവർ, ബാക്ക് കവർ ഇതിനോട് കിട്ടുന്നില്ല, പേപ്പർ ബോക്സ് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മൊബൈൽ കൂടാതെ വേറെ എന്താ കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം. ചാർജറാണ്, 10 വാട്ട്സിൻ്റെ സാധാരണ ചാർജറാണ്, ഫാസ്റ്റ് ചാർജറല്ല. 5000 mAh ആണ് ബാറ്ററി വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് എടുക്കും. USB കേബിളാണ്, സാധാരണ USB കേബിളാണ്, USB Type C കേബിളല്ല. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 സീരീസ് ഒരു കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഗ്ലോസി ലുക്ക് അല്ല, മാറ്റ് ഫിനിഷാണ്. ഇത് പേഴ്സണലി എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളത് ഈ മാറ്റ് ഫിനിഷാണ്. കാര്യം പറഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്നും അട്രാക്റ്റ് ചെയ്യില്ല. ഗ്ലോസി ആയതുകൊണ്ട് തന്നെ 5 സീരീസ് നമുക്ക് കവറെല്ലാം യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ആ പ്രശ്നമില്ല. ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ സെൻസർ വരുന്നത് 12 മെഗാപിക്സലാണ്. പിന്നീട് വരുന്ന അൾട്രാ വൈഡ് ആംഗിളിൻ്റെ 8 മെഗാപിക്സലിൻ്റെ സെൻസറും, പിന്നീട് മാക്രോയുടെ 2 മെഗാപിക്സലിൻ്റെ സെൻസറും, ഡെപ്തിൻ്റെ 2 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. 5ൽ നമുക്ക് 48 മെഗാപിക്സലാണ് ക്യാമറ കിട്ടിയിരുന്നത്. ഇതിലിപ്പോൾ 12 മെഗാപിക്സലേ ഉള്ളൂ. പിന്നെ ബാക്ക് സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. നമുക്ക് ഫോണിൽ സിം എത്ര ഇടാൻ പറ്റും എന്നുള്ളതായിരുന്നു നോക്കാം. സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സിം ട്രേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. അതുകൊണ്ട് മെമ്മറിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സിമ്മിൻ്റെ കാര്യത്തിലോ യാതൊരു പ്രശ്നമില്ല. മൊബൈലിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.52 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ അല്ല, HD ഡിസ്പ്ലേ ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഫ്ലൂയിഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. വേറെ ടച്ച് സെൻസിറ്റിവിറ്റി കാര്യങ്ങളോ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. റിയൽമിയുടെ എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെ ആവശ്യമില്ലാത്ത കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അതെല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെമ്മറി പോകുന്ന അങ്ങനെയൊന്നും ഓർത്ത് പേടിക്കേണ്ട. എല്ലാ ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ പ്രോസറും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 665 എന്നൊരു പ്രോസറാണ് വരുന്നത്. നമുക്ക് 4GB റാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 64GB ആണ് ഫോണിൽ മെമ്മറി വരുന്നത്. അതിൽ ഏകദേശം 52GB നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഫോണിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 9 ആണ്. എന്നാൽ നമുക്ക് ആൻഡ്രോയിഡ് 10ലേക്ക് ഉടനെ അപ്ഡേഷൻ ലഭിക്കും. സ്നാപ്ഡ്രാഗൺ 665 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസർ തന്നെയാണ്. ഫോണിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വേറെ ആപ്ലിക്കേഷൻ പോകുമ്പോഴോ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്തോ യാതൊരുവിധ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഡേ ടു ഡേ യൂസേജിൽ നമുക്ക് യാതൊരുവിധ ലാഗോ അനുഭവപ്പെടില്ല. ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് നമുക്ക് PUBG ഒന്നും നമുക്ക് ഫുൾ ഗ്രാഫിക്സിൽ കളിക്കാൻ പറ്റില്ല, മീഡിയം ഗ്രാഫിക്സിൽ കളിക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ നമുക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതിൻ്റെ മൊബൈലിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 9000 രൂപയ്ക്ക് കിട്ടുന്ന മൊബൈലിൽ ഈ ഒരു പ്രോസർ നമുക്ക് നല്ല പ്രോസറാണെന്ന് തന്നെ പറയാം. കാര്യം പറഞ്ഞാൽ വിവോയുടെ S1 പ്രോയിലൊക്കെ ലഭിക്കുന്ന പ്രോസറാണ്. ഏകദേശം 20,000 രൂപ മുടക്കി മേടിക്കുന്ന ഫോണിൽ ലഭിക്കുന്ന പ്രോസറാണ് നമുക്ക് ഈ 9000 രൂപ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസിൽ നമുക്ക് മൊബൈലിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ വരുന്നത് ഈ 4 ക്യാമറകൾ തന്നെയാണ്. ഞാൻ കുറച്ച് ഷോർട്സ് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം മനസ്സിലായി ഏകദേശം നമുക്ക് ക്യാമറ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. നമ്മൾ മൊബൈലിൻ്റെ ഫേസ് അൺലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് അൺലോക്കും റിയൽമിയുടെ എല്ലാ ഫോണുകളും പോലെ തന്നെ വളരെ ഫാസ്റ്റാണ്. ഇനി ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വളരെ ഫാസ്റ്റാണ്, നല്ല ആക്യുറേറ്റും ഉണ്ട്. ഒരു പ്രാവശ്യം പോലും നമുക്ക് അൺലോക്ക് ആകാതിരുന്നിട്ടില്ല ഇതുവരെ. നമ്മൾ മൊബൈലിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിളാണ്. 6.5 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്ര സൈസ് നമുക്ക് ഫീൽ ചെയ്യില്ല. 5000 mAh ആണ് ബാറ്ററി വരുന്നത്. പക്ഷേ ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും. 196 ഗ്രാമാണ് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. HD ഡിസ്പ്ലേ ആണ്, എന്നാൽ ഫുൾ HD ഡിസ്പ്ലേ അല്ല. പക്ഷേ ഈ ഒരു 9000 പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനുണ്ട്. പിന്നെ ഇതിൻ്റെ വോയിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ വോയിസ് 6.1 ആണ്. നമുക്ക് ഉടനെ തന്നെ ആൻഡ്രോയിഡ് 10ലോട്ടും അതേപോലെ തന്നെ റിയൽമി വോയിസിലോട്ടും റിയൽമിയുടെ ഏറ്റവും പുതിയ UI കൂടെ അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. ഗെയിമിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഗെയിമും കളിക്കാൻ പറ്റും. പക്ഷേ PUBG പോലുള്ള ഗെയിമുകൾ നമുക്ക് മീഡിയം സെറ്റിങ്സിൽ കളിക്കാൻ പറ്റുള്ളൂ.
മൊബൈൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. 5000 mAh ആണ് ബാറ്ററി വരുന്നത്. നമുക്ക് റിയൽമിയുടെ എല്ലാ ഫോണുകളും അറിയാം 5000 mAh ബാറ്ററി വരുന്ന എല്ലാ ഫോണും നമുക്ക് മിനിമം 2 ദിവസമെങ്കിലും എന്തായാലും ഷുവറായിട്ടും കിട്ടും. ഇതിപ്പോൾ ഫുൾ HD ഡിസ്പ്ലേ അല്ല വരുന്നത്, സാധാരണ 720p ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ എന്തുവന്നാലും 2 ദിവസത്തിന് മുകളിൽ ചാർജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1.5 ദിവസം 2 ദിവസം ഷുവറായിട്ടും ചാർജ് കിട്ടും. പിന്നെ നമുക്ക് മൊബൈലിൽ പോസിറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസറാണ് 665 സ്നാപ്ഡ്രാഗൺ 665 എന്ന് പറഞ്ഞാൽ ഒരു 9000 താഴെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വളരെ മികച്ചൊരു പ്രോസറാണ്. അത്യാവശ്യം ഗെയിമിംഗ് എല്ലാ ഗെയിമും കളിക്കാൻ പറ്റും. PUBG പോലുള്ള ഗെയിമുകൾ നമുക്ക് മീഡിയം ഗ്രാഫിക്സിൽ കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവായിട്ടാണ് പറയാം. കാര്യം പറഞ്ഞാൽ നമുക്ക് 9000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ നമുക്ക് 4 ക്യാമറകൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. അത്ര മികച്ച ഫോട്ടോസ് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോസ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ബോക്കെ എഫക്ട്സ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയിട്ടുള്ള ബോക്കെ എഫക്ട്സ് ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന ക്യാമറകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ച ക്യാമറയാണെന്ന് തന്നെ പറയാം. പിന്നെ ഈ ഫോണിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് പറയേണ്ടത് ഇതിൻ്റെ നമുക്ക് 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജർ അല്ല, സാധാരണ ചാർജറാണ്. മിനിമം 3 മണിക്കൂറെങ്കിലും നമുക്കിത് ഫുള്ളൊന്ന് ചാർജ് ചെയ്തെടുക്കാനായിട്ട് എടുക്കും. അപ്പോൾ അതൊരു നെഗറ്റീവ് ആണെന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 30% പോലും ചാർജ് ആക്കിയിട്ടില്ല. നമുക്ക് മിനിമം ഒരു 3 മണിക്കൂർ വേണം നമുക്ക് ഈ ഫോണിൽ ചാർജ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ വേറെ നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് USB Type-C പോർട്ട് ഇല്ല, സാധാരണ USB പോർട്ടാണ്. അത് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പറയാമെന്നുള്ളൂ. പക്ഷേ വേറെ അങ്ങനെ വലിയ നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ നമുക്ക് 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 4GB റാം വരുന്നുണ്ട്, 64GB മെമ്മറി വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ക്യാമറകൾ ബാക്കിൽ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്, ഫേസ് അൺലോക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളൊരു 9000 രൂപ താഴെ പ്രൈസ് റേഞ്ചിൽ മൊബൈൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു മൊബൈൽ തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ